ഇന്ന് രാവിലെ അതാ കുഞ്ഞാറ്റ അമ്മായി ഇരിക്കുന്ന ചെറിയ സ്റ്റൂളും കൊണ്ടുപോയിട്ട് മുറ്റത്ത് പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. കാലൊക്കെ അതാ നോക്കുന്നുണ്ട്. കാലിൻ്റെ അടിയിൽ കല്ല് കുത്തി എന്തോന്ന് അറിയില്ല കേട്ടോ. അപ്പം എന്താന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അപ്പോഴത്തേനൊരു ചെറിയൊരു കുഞ്ഞിപ്പുഴുവിനെയും കണ്ടു കേട്ടോ. അപ്പം അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മായി ഇതാ രാവിലെ തന്നെ കേട്ടോ കറി അടുപ്പത്ത് വയ്ക്കുകയാണ്. കറി ഇന്നിപ്പോൾ ഒരു 2-3 തരം എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ അമ്മായി ഇതാ ചോറടുപ്പത്ത് ഇടാൻ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് തന്നെ ചോറടുപ്പത്ത് ഇടാറ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ. പിന്നെ റേഷനരിയാണ്, വേഗം വെന്ത് കിട്ടും ചെയ്യലോ. അപ്പം ഞാൻ ആ സമയം കൊണ്ട് കുട്ടിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു. ഗ്യാസിലാട്ടോ കുറച്ച് വെള്ളം ചൂടാക്കി അതിൽ മതിയല്ലോ. അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചു. പിന്നെ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വാരി ഉപ്പേരി വെക്കാൻ, ഉപ്പേരി എന്തായാലും ഗ്യാസിൽ വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇച്ചിരി ഉള്ളിയും പച്ചമുളകൊക്കെ നുറുക്കി. അതിലവിടെ 2 പഴം ഉണ്ടായിരുന്നു കേട്ടോ. ആ പഴം കഴിച്ചു. വിശന്നിട്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ചായ മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ധനി ബേബിനെ കുളിപ്പിച്ച് അതേപോലെ കഴിക്കാൻ കൊടുത്ത് അവളെ കിടത്തി ഉറക്കി. കുറച്ച് നേരമൊക്കെ ഉറങ്ങുള്ളൂ, ചിലപ്പോൾ ഉറങ്ങൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുക, ഗ്യാസിൽ തന്നെ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ഒരു 2-3 തരം കൂട്ടാനൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ 1, 2, 3 നിൽക്കില്ല, ഒരു 5-6 തരം എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് റിച്ച് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് 2-3-4 തരം കാണണം. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അമ്മായി വെക്കണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഓരോരുത്തർക്കും ഓരോരോ തരമൊക്കെ വെക്കും കേട്ടോ. ഞാൻ വെക്കണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ 34 അത് വെക്കണം, അല്ല അത് വെച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തലേ ദിവസം ചെറിയമായി കുറച്ച് സ്രാവ് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറുത്തത് ഒരു 5-6 കഷ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ ഗ്യാസിൽ ഇനി ചൂടാക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടേ. അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായിരുന്നു, അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഉപ്പേരി ആയിട്ട് വേണം ഇനി അതൊന്ന് ചൂടാക്കി വെക്കണം. പിന്നെ അമ്മായി അത് അപ്പോഴത്തേനും ചോറ് അടുപ്പത്തിട്ടിരിക്കണം കേട്ടോ. ഇനി 2ാമത്തെ കൂട്ടാൻ ഇനിയൊരു പുളിരസമുണ്ട്. അതേപോലെ തന്നെ ചക്കക്കുരു മാങ്ങയും കൂടിയും വെക്കണം, ഒരു കറിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 3 കറി ഒരു ഉപ്പേരി ആയില്ലേ. ഇനി മീൻ വറുത്തതുണ്ട് അങ്ങനെ. അപ്പോൾ അപ്പോൾ തലേ ദിവസം കൊണ്ടുവന്ന സ്രാവിൻ്റെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അമ്മയ്ക്ക് മല്ലിയും മുളകും പുളിയൊക്കെ ഇട്ടിട്ട് വെക്കണം, പുളി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു പുളി വെച്ചിട്ടുണ്ട് ഒരു തരം. പിന്നെ ചക്കക്കുരു മാങ്ങി ഒരു തരം. പിന്നെ വേറെ ഒരു സാമ്പാർ പോലെ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കേട്ടോ. അങ്ങനെ 3 കറി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ അലക്കാണ് കേട്ടോ. കുറച്ച് കുട്ടിത്തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റയുടെ തുണികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അലക്കിയെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കുഞ്ഞു തുണികളാകുമ്പോഴേ ഒരുപാട് നമ്മൾ ഈ കല്ലിൽ തന്നെ ഇട്ട് അലക്കിയെടുക്കണ്ടേ. അപ്പോൾ അധികമായാലോ നാളെ അലക്കാന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അധികമായി വരുള്ളൂ. അപ്പോൾ ഞാൻ അവൾ ചീച്ച ഒഴിക്കണ ആ സമയത്ത് തന്നെ ഒക്കെ അപ്പോഴത്തന്നെ ചിലപ്പോൾ ബാത്റൂമിൽ കൊണ്ടുപോയി ഇതൊക്കെ സോപ്പിട്ട് അപ്പോൾ തന്നെ കഴുകി. നല്ല വെയിലും ഉണ്ടല്ലോ, പെട്ടെന്ന് ഉണങ്ങിയും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പം തന്നെ അലക്കിയിടും കേട്ടോ. ചില സമയത്ത് ചിലപ്പോൾ ഈ വെയിലൊക്കെ കൊണ്ടിട്ടേ നല്ല തലവേദനയൊക്കെ ആകുമ്പോൾ എനിക്ക് തീരെ വെയിലൊക്കെ കണ്ണൊക്കെ ഭയങ്കര വേദനയായിരിക്കും. തലവേദനിച്ചിട്ടൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അലക്കൂല. അപ്പോൾ പിറ്റേ ദിവസത്തിന് തന്നെ അങ്ങനെ വെക്കും. അപ്പം അങ്ങനെ ഇതാ അലക്കി എല്ലാ ഡ്രസ്സും കൊണ്ടുപോയി തോരയിട്ട് വന്നപ്പോൾ ചോറ് വിളമ്പി. അപ്പോൾ പയറുപ്പേരിയും ഇതാ അമ്മയ്ക്കുള്ള മീൻപുളി കേട്ടോ. അതുപോലെ സാമ്പാർ ചെറിയ തരം. അപ്പോൾ അങ്ങനെ ഇതാ ഉപ്പേരിയും ഞാൻ ചക്കക്കുരു മാങ്ങയും കൂടി വെച്ച കറിയാണ് എടുത്തത്. അപ്പോൾ തലേദിവസത്തെ കുറച്ച് ചമ്മന്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, പുളിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. മീനും ചൂടാക്കി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു 5-6 തരമൊക്കെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ചോറുണ്ടോണ്ടിരിക്കുകയാണ്. ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം. വെയിലൊക്കെ അല്ലേ. പിന്നെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇനി കാപ്പി വെക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴത്തേന് തന്നെ 1:30 മണിയായിട്ടോ. ഇനി ഭക്ഷണം കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടൊന്നും നമ്മൾ വെറുതെ ഉറങ്ങൊന്നുമില്ല. അങ്ങനെ ധോനി ബേബി എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണന്നാൽ പിന്നെ അവളിങ്ങനെ അകത്തന്നെ കളിച്ചോളൂ കേട്ടോ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു. താഴത്തെ വീട്ടിലത്തെ കുട്ടി വന്ന് അവനും കുറച്ച് നേരം കളിക്കാനൊക്കെ കൂടി സ്കൂൾ വിട്ട് വന്നപ്പോഴേ അവളെ കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കാപ്പി അടുപ്പത്ത് വെച്ചിരിക്കുക, എല്ലാവർക്കും ഉള്ള കാപ്പി അടുപ്പത്ത് വെച്ചിരിക്കുക. അപ്പം ഇനി അമ്മയ്ക്ക് മധുരടാത്ത കാപ്പി വേണം. അതേപോലെ തന്നെ ഇനി അമ്മായിക്കുള്ളത് കാപ്പി വേറൊരു മൊന്തയിലാണ് കേട്ടോ അമ്മായിക്കുള്ളത് മാറ്റി വയ്ക്കാറ്. അപ്പോൾ ആ മൊന്തയിൽ നിറച്ച് വേണം. അതേപോലെ ഇനി രാജീവേട്ടൻ വരുമ്പോഴത്തേന് രാജീവേട്ടന് വേണം. രാജേട്ടനൊക്കെ വൈകിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ കാപ്പി വയ്ക്കുമ്പോൾ എല്ലാവർക്കും കൂടി വയ്ക്കും. അമ്മയ്ക്കൊന്നും ഇപ്പോൾ തീരെ വയ്യല്ലോ കാപ്പി വയ്ക്കാനും അതിനൊന്നിനൊന്നും വയ്യ. അപ്പോൾ കാപ്പി വെച്ചു. പിന്നെ എല്ലാവർക്കും കേട്ടോ. അമ്മയ്ക്ക് മധുരടാത്തത് മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ളതിൽ മധുരട്ടത്. ഞാനെന്തായാലും കാപ്പി കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നല്ല കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഈ വെറും കാപ്പി കുടിച്ചിട്ട് എന്താ പറയുക, ചൂടും
നല്ല ചൂടുമല്ലേ, അപ്പോൾ വയറെരിയുക, കത്തിക്കാളണ പോലെ കേട്ടോ. അതുകൊണ്ട് ഇപ്പം കാപ്പി ഞാൻ ഒഴിവാക്കിയിരിക്കുക. അപ്പോൾ രാവിലെ പാല് കൊണ്ടുവരുമ്പോൾ കുറച്ച് പാല് ഞാൻ എന്തായാലും ഇപ്പോൾ ധോനി ബേബിക്ക് കുറച്ച് 2 നേരം കോറേന്നല്ലേ കൊടുക്കണത്. അപ്പോൾ അവൾക്ക് കുറച്ച് പാല് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ രാവിലെ രാജേഷേട്ടൻ വീട്ടിൽ നിന്ന് പാലൊക്കെ വരുന്ന സമയത്തൊന്നും രാജേഷേട്ടൻ ഉണ്ടാവില്ല. രാജേഷേട്ടൻ നേരത്തെ 5:45 എണീറ്റ് പോകും കേട്ടോ, വർക്കിന് പോകും. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ ചായ വെക്കേണ്ട പാലും എല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പാലുണ്ടാവും. അപ്പോൾ ആ പാല് കുറച്ച് പാല് ഞാൻ രാജേഷേട്ടൻ വരുമ്പോഴത്തേനും മാറ്റി വയ്ക്കും. എനിക്ക് വൈകിട്ടേക്ക് ഒരു ഗ്ലാസ് ചായ വെക്കാനുള്ളത് പാല് മാറ്റി വയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ വയറ് എരിഞ്ഞിട്ട് കാപ്പി കുടിക്കാൻ പറ്റില്ല. വെറും നമ്മൾ കട്ടൻ ചായ ഇപ്പം എന്താ കുടിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടേ. അങ്ങനെ അതാ കാപ്പിയൊക്കെ ആയി. അമ്മയ്ക്കുള്ള മധുരടാത്തത് മാറ്റി വെച്ചു. ഇനി മൊന്തയിൽ അമ്മായിക്കുള്ള കാപ്പി ആക്കി വയ്ക്കണം. പിന്നെ രാജീവേട്ടനുള്ളതും ആക്കി വയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ധോനി ബേബീനെ ഇനി മേല് കഴിക്കണം, കഴിക്കാൻ കൊടുക്കണം, കുളിക്കാനൊക്കെ ചിലപ്പോൾ വഴുകും കേട്ടോ, രാത്രിയൊക്കെ ആവും ചിലപ്പോൾ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ അവളെ ഒന്ന് ആരെങ്കിലും നിർത്തിയിട്ട് വേണ്ടേ പോവാൻ. അപ്പോൾ അവൾ 2 സൈഡും വാതിൽ തുറന്നാൽ 2 സൈഡിൽ കൂടെ ഓടും. അമ്മായിക്കൊന്നും അവളുടെ പുറകെ ഓടാനൊന്നും വയ്യ. അമ്മയ്ക്ക് പിന്നെ ഒട്ടും വയ്യല്ലോ, എണീറ്റ് നടക്കാൻ തന്നെ വയ്യ അമ്മയ്ക്കൊന്നും. അപ്പോൾ അമ്മായിക്ക് അവളുടെ പുറകെ ഓടിയിട്ട് എത്താനൊന്നും അമ്മായി കൊണ്ട് സഹായിക്കില്ല. അവളാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നൊക്കെ ഇറങ്ങിയാലും ആദ്യം അടുക്കളയിൽ നിന്ന് ഇറങ്ങി അടുക്കള ഭാഗത്ത് ആ സൈഡിൽ മാത്രം നിൽക്കായിരുന്നു. ഇപ്പോൾ അത് ആ കിണറിൻ്റെ പക്കത്ത് കൂടെ ഇറങ്ങി വന്ന് ഫ്രണ്ടിലേക്ക് റോട്ടിലേക്ക് വണ്ടികളൊക്കെ വരുന്ന റോട്ടിലേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ചായയൊക്കെ കുടിക്കണ ആ സമയത്ത് ഇപ്പോൾ അവളെ ഞാൻ 2 സൈഡൊന്ന് വാതിലൊക്കെ അടച്ച് വെച്ചിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ അവൾ പുറത്ത് പോയാൽ പിന്നെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരഞ്ഞ് ബഹളം വെച്ച് നിലം വിട്ട് കരയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കാപ്പിയൊക്കെ ആയി. ഇനി എനിക്കും കുഞ്ഞാറ്റയ്ക്കും കൂടി ഉള്ള കുറച്ച് ചായ, ഒരു 1.5 ഗ്ലാസ് ചായയൊക്കെ തന്നെ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കും അവൾക്കും കൂടിയുള്ള ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനെ രാജേഷേട്ടൻ വരുള്ളൂ. ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേനെ വരുള്ളൂ കേട്ടോ. ഇനി ഉള്ളടിച്ച് വാരണം, അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനി വൈകിട്ടത്തെ പണി. രാവിലെ പിന്നെ ചോറൊക്കെ ഒന്നിച്ച് വെക്കുന്നതുകൊണ്ട് ചോറൊന്നും വൈകിട്ടേക്ക് വെക്കണ്ട കേട്ടോ. കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കറികളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞു, ഉള്ളടിച്ച് വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ രാജേഷേട്ടൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് അച്ഛനെ രാവിലെ പോകുമ്പോഴെന്തായാലും കാണാൻ കിട്ടാറില്ല. അപ്പോൾ വൈകിട്ടല്ലേ വരുമ്പോഴല്ലേ ഒന്ന് കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടേ കുറച്ച് നേരം അച്ഛനായിട്ടൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടന്നു. പിന്നെ മുറ്റത്ത് കൂടെയൊക്കെ കൊണ്ട് നടന്നു, റോട്ടിൽ കൂടെയും കൊണ്ട് നടന്ന് ഭയങ്കര സന്തോഷമായിരിക്കുക. ഏട്ടൻ പോകുമ്പോൾ ബഹളം വെച്ച് കരയാനൊക്കെ തുടങ്ങിയോണ്ടേ അപ്പോൾ ഏട്ടൻ കുറച്ച് നേരം അവളുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്ത് അതിനെ കുറച്ച് നേരം അവളെയും കൊണ്ട് കളിപ്പിച്ചൊക്കെ നടന്നു കേട്ടോ. അപ്പോഴത്തേന് അമ്മായി അതാ വലിയമ്മായി വിളക്കുളത്തലൊക്കെ കഴിഞ്ഞു. ഇനി അവളെ കയ്യും കാലൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ, ഭസ്മം തൊടാനൊക്കെ. അങ്ങനെ അതാ ഭസ്മൊക്കെ തൊട്ടു. പിന്നെ കുറച്ച് നേരം കൂടി ഏട്ടൻ അവളുടെ കൂടെയൊക്കെ കളിക്കാനും അതുപോലെ അവളെ കൊണ്ട് നടക്കാനൊക്കെ നിന്നു കേട്ടോ. ചെറിയമ്മായി അതാ പണി മാറ്റി വന്നിട്ട് ഇതാ അമ്മായി കുറച്ച് കായ്ക്കറികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. വെച്ച് തക്കാളി അതുപോലെ പച്ചമുളക് അതിനൊക്കെ വെള്ളം നനയ്ക്കുകയാണ് ചെറിയമ്മായി. അപ്പോൾ അത് എപ്പോഴും രാവിലെയും അതേപോലെ വൈകിട്ടും അമ്മായി ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബായ്.